സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. സാജിദ്, പാലക്കാട്ടെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? കൊട്ടിക്കലാശത്തിന്റെ മുന്നണികൾ എന്തൊക്കെയാണ് സർപ്രൈസുകൾ ഒരുക്കിയിരുന്നത്? വോട്ടർമാർക്കായി എത്രത്തോളം ആവേശത്തിലാണ്, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? LDFന്റെ കൊട്ടിക്കലാശത്തിന്റെ ഒപ്പമാണ് ഞാൻ ഉള്ളത്. നമുക്കറിയാം, പാലക്കാട് BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. LDFന് നിലവിൽ 52-ൽ 7 സീറ്റുകളാണുള്ളത്. എന്നാൽ ഇത്തവണ വലിയ വീറും വാശിയുമേറിയ പ്രചരണമാണ് LDF കാഴ്ച വെച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഈ പ്രചരണത്തിന്റെ ഒരു ആവേശം ഈ കൊട്ടിക്കലാശത്തിലും ഉണ്ട്. ഈ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും ഉണ്ട്, ഈ നേതാക്കളുണ്ട്. നേതാക്കളെ എല്ലാം തന്നെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റമാണ്, വലിയ ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നിരവധി ആളുകൾ ഈ ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശത്തിനൊപ്പം ഉണ്ട്. ഈ സ്ഥാനാർത്ഥികളായ ആളുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതീക്ഷ? ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വൻപിച്ച വിജയം പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ കൊണ്ടുവരും. ഈ പാലക്കാട് ഈ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇടതുപക്ഷ തവണ തിരിച്ചു പിടിക്കും. തീർച്ചയായും തിരിച്ചു പിടിക്കും. കൂടുതൽ തിരിച്ചു പിടിക്കും. ഇപ്പോഴുള്ള സീറ്റിൽ നിന്നും കൂടുതൽ തിരിച്ചു പിടിക്കും. ഇതാ ഇപ്പോൾ ഷുക്കൂർ കൂടെയുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു സാധ്യത? എങ്ങനെയാണ് നിങ്ങളുടെ വാർഡിലെല്ലാം മൊത്തം പാലക്കാട് മൊത്തം മുനിസിപ്പാലിറ്റിയിൽ ഇപ്രാവശ്യം ഇടതുപക്ഷം അതീവ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സരിച്ചത്. ആ മത്സരത്തിന്റെ അവസാന ഘട്ടമാണ്. എന്ത് തന്നെയായാലും ഏറ്റവും കൂടുതൽ സീറ്റ് നേടി പാലക്കാട് ഒന്നാം കക്ഷിയാകാൻ CPM-ന് LDF-നുണ്ടാവും. ഇതാണ് അവർ ഈ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകും. 7 സീറ്റ് എന്നുള്ളത് അതൊരു അധികാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഈ തങ്ങൾ പ്രവർത്തിച്ചു. അത് വിജയം കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഈ പ്രധാനമായും ഈ നഗരസഭയുടെ ഈ വികസന പ്രശ്നങ്ങൾ, അഴിമതി, വികസന മുരടിപ്പ് തുടങ്ങിയവയാണ് ചർച്ചയാക്കിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അവർ ഉയർത്തി കാട്ടുന്നുണ്ട്. ഈ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ കൊട്ടിക്കലാശത്തിൽ ആവേശം പകരാനായി എത്തിയിരിക്കുന്നത്. ധന്യ.